ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പം നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടിയുടെ പ്രതികരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇന്നലെ ഭാഗ്യലക്ഷ്മി ഓൾറെഡി മീഡിയയുടെ മുമ്പിൽ പ്രസിൻ്റെ മുമ്പിൽ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ എല്ലാവരും ഉണ്ടായിരുന്നു, ആ വീട്ടിൽ നടിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. 7ാം പ്രതിനെ വെറുതെ വിട്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വിച്ച് ഓഫ് ആയിക്കോ, ഇനി നമുക്കറിയാം എന്താ വിധി എന്നുള്ളത്. ഒരുപാട് നേരം അതിജീവിത ഒരുപാട് ഷോക്കായിട്ട് നിന്നുപോയി എന്നാണ് പറയുന്നത്. എന്നിട്ടൊരു നിസ്സഹായാവസ്ഥ പോലെ അവരോട് ചോദിച്ചു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചി, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? ഭക്ഷണം കഴിച്ചില്ല, ഒരുപാട് സൈലൻസ് ആയിരുന്നു, കുറേ മണിക്കൂറുകളോളം വൈകുന്നേരം വരെ സൈലൻസ് ആയിരുന്നു അവിടെ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാകുന്നത്? അതിജീവിത എന്ന് പറയുന്ന കുട്ടിയുടെ ആളുടെ പിക്ക്, അതായത് ഫോട്ടോസ് പല സിനിമകളിൽ നിന്നും അവർ കരഞ്ഞ് അഭിനയിച്ച കുറേ സിനിമകളുണ്ടല്ലോ, ആ സിനിമകളിൽ നിന്നുള്ള ഒരുപാട് പിക്സ് തംബ്നെയിലാക്കി ഒരുപാട് പേര് യൂട്യൂബേഴ്സ് അത് ഇടുന്നുണ്ട്. പക്ഷേ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് അവരുടെ ആദ്യ പ്രതികരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇതുപോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വളരെ മോശമായിട്ട് കാര്യമാണ്. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാവണം നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇതുപോലെ ഈ അഭിനയിച്ച് കരഞ്ഞ സീൻസൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഒക്കെ ഇടുമ്പം അതും കുറച്ച് ബ്ലേഡ് പോലും ആക്കാതാണ് ചെയ്യുന്നത്. പക്ഷേ അതെനിക്ക് ഒത്തിരി അങ്ങ് എന്തോ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഫീൽ ചെയ്തു, സങ്കടം തോന്നി. അതുപോലെ ആയിരിക്കും അവരെപ്പോഴേലും ഒക്കെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും, അവരിത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും എന്നാണ് എനിക്ക് മെയിൻലി പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം. സോ ഞാനിപ്പം ഈ വീഡിയോയിൽ നിന്നും ഇതൊന്നും ചെയ്യരുതെന്നൊക്കെ ആൾക്കാരോട് പറഞ്ഞാലും ആരും ഇത് മൈൻഡ് പോലും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം കുറച്ചും കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് മെയിൻലി പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അത് വേറെ ഒന്നുമല്ല, ആൾ കരഞ്ഞ് അഭിനയിച്ച സീൻസൊക്കെ കട്ട് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് കട്ട് ചെയ്തൊക്കെ എഡിറ്റ് ചെയ്തൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പം അതിജീവിത എന്ന് പറയുന്ന വ്യക്തി, അതിപ്പോൾ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇത് സംഭവിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്കോ പെങ്ങൾക്കോ അങ്ങനത്തെ നമ്മളായിട്ട് ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർക്കെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ആ കുട്ടിയുടെ വേദന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പുറത്തിറങ്ങിക്കൊണ്ട് ഘോരം പ്രസംഗിച്ചാലും ഞങ്ങൾ ദിലീപേട്ടൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അതിജീവിതയുടെ കൂടെയാണ് എന്നൊക്കെ പറയുമ്പോഴും ആ കുട്ടി അനുഭവിച്ച പെയിന് അത് അവർക്കേ അറിയത്തുള്ളൂ. അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്തു, ഒരുപാട് വർഷത്തോളം ആൾ അഭിനയിക്കാതിരുന്നു, അതിൽ നിന്നും ആ ട്രോമയിൽ നിന്നുമൊക്കെ മാറി വന്ന് അത് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അത് എങ്ങനെയെങ്കിലും ആ ട്രോമയിൽ നിന്നും പിടിച്ചിങ്ങനെ എഴുന്നേക്കാൻ നേരം അടിച്ചമർത്താനായിട്ട് ഒരുപാട് പേരുകൾ വേറെ ഉണ്ട്. അത് ആ കുട്ടീനെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അതിന് ഒരുപാട് താങ്ക്സ്, ഹാൻഡ്സ് ഓഫ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കൂടിയും ഉപദ്രവിക്കാതിരിക്കുക എന്നാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. സോ ഇതുപോലത്തെ ഈ തംബ്നെയിൽസ്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇടാതിരിക്കുക എന്നുള്ളതാണ് മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.